ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. വൈവിധ്യത്തെ ജനാധിപത്യത്തിന്റെ ശക്തിയാക്കി പരിവർത്തനം ചെയ്ത രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രം ഇന്ന് 78ാം കരസേനാ ദിനം ആചരിക്കുന്നു. സൈനികർക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ പുരോഗമിക്കുന്നു. 25 വേദികളിലായി മാറ്റുരയ്ക്കുന്നത് 15,000-ലേറെ പ്രതിഭകൾ. 46ാം സംസ്ഥാന സഹകരണ നിക്ഷേപ സമാഹരണത്തിന് മന്ത്രി വി എൻ വാസവൻ ഇന്ന് തുടക്കം കുറിക്കും. ലക്ഷ്യം 9,000 കോടി രൂപയുടെ നിക്ഷേപം. പൊങ്കൽ ആഘോഷനിറവിൽ കേരളത്തിന്റെ അതിർത്തി ഗ്രാമങ്ങൾ. നാളെ മാട്ടുപൊങ്കൽ. വനിതാ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് UP വാരിയേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. വൈവിധ്യത്തെ ജനാധിപത്യത്തിന്റെ ശക്തിയാക്കി പരിവർത്തനം ചെയ്ത രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 28ാമത് സമ്മേളനം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ജനാധിപത്യത്തിൽ വനിതകൾക്ക് അതുല്യമായ പങ്കാളിത്തമാണുള്ളതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. Indian women are not only participating but are also leading the way. The President of India, our first citizen, is a woman. In rural and local government bodies, India has about 1.5 million elected women representatives. They represent almost 50% of the leaders at the grassroots. ലോക്സഭാ സ്പീക്കർ ഓം ബിർള സമ്മേളനത്തിന് ആധ്യക്ഷം വഹിച്ചു. 42 കോമൺവെൽത്ത് രാജ്യങ്ങളിലെയും 4 അർദ്ധ സ്വയംഭരണ പാർലമെന്റുകളിലെയും 61 സ്പീക്കർമാരും പ്രിസൈഡിംഗ് ഓഫീസർമാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. നെറ്റ്വർക്കിംഗും ഡാറ്റാ സെൻട്രിസിറ്റിയും എന്ന പ്രമേയത്തിലൂന്നി രാജ്യം ഇന്ന് 78ാം കരസേനാ ദിനം ആഘോഷിക്കുന്നു. കരസേനാ ദിനത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സൈനികർക്ക് ആശംസകൾ നേർന്നു. ദിനാചരണത്തെക്കുറിച്ച് കരസേനാ മുൻ ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ ശരത് ചന്ദ് ആകാശവാണി വാർത്തകളോട്. 1949 ഇന്നേ ദിവസമാണ് നമ്മളുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന ലഫ്റ്റനന്റ് ജനറൽ KM കരിയപ്പ ബ്രിട്ടീഷുകാരുടെ നിന്ന് ചാർജ് എടുത്തു. ഈ ദിവസം രാജ്യത്തിന് വേണ്ടി അവരവരുടെ ജീവൻ അർപ്പിച്ചിട്ടുള്ള പട്ടാളക്കാരെ ഓർക്കുകയും ആർമിയുടെ മുമ്പോട്ടുള്ള യാത്ര അതിനെ പറ്റിയിട്ട് ആലോചിക്കുകയും ചെയ്യുന്ന ദിവസമാണിത്. ഈ ദിവസത്തിൽ പല സെലിബ്രേഷൻസും പരേഡ്സും ഡിസ്പ്ലേസും ഒക്കെ കാണുന്നുണ്ട്. 2025 എന്ന് വെച്ചാൽ ഇന്ത്യയിൽ പൊതുവെ നമ്മുടെ ബോർഡേഴ്സ് ക്വയറ്റ് ആയിരുന്നെങ്കിലും കൗണ്ടർ ഇൻസർജൻസിയിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും ലോകത്തെമ്പാടും കോൺഫ്ലിക്ട്സ് യുദ്ധങ്ങൾ കൂടിയ ഒരു വർഷമാണ്. നമ്മൾ ശക്തമായിരുന്നാൽ മാത്രമേ മറ്റ് രാജ്യങ്ങൾ നമ്മളെ ബഹുമാനിക്കുക മാത്രമല്ല നമ്മളുടെ സഹായത്തിന് എത്തുകയുള്ളൂ. നേഷൻസ് ദാറ്റ് സ്റ്റേ പ്രിപ്പയർഡ് പ്രിവെയിൽ എന്നാണ് പറയുന്നത്. ഈ അവസരത്തിൽ എല്ലാ ആർമി പേഴ്സണലിനും എന്റെ ആർമി ഡേയുടെ ഫെലിസിറ്റേഷൻസ്. താങ്ക് യു. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. 29-നാണ് ബജറ്റ് അവതരണം. മാർച്ച് 26 വരെ 32 ദിവസമാണ് സഭ സമ്മേളിക്കുക. ഫെബ്രുവരി 6 മുതൽ 22 വരെയുള്ള കാലയളവിൽ സഭ ചേരുന്നതല്ല. കയറ്റുമതിക്കായി സംസ്ഥാനങ്ങൾ എത്രത്തോളം സജ്ജമെന്നത് അടിസ്ഥാനമാക്കി നിതി ആയോഗ് പുറത്തിറക്കിയ കയറ്റുമതി സന്നദ്ധതാ സൂചികയിൽ നില മെച്ചപ്പെടുത്തി കേരളം. പട്ടികയിൽ 11ാമതാണ് കേരളം. വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ തമിഴ്നാടിനെ പിന്തള്ളി മഹാരാഷ്ട്ര ഒന്നാമതെത്തി. ജനുവരി 18-ന് തിരുനാവായയിൽ ആരംഭിക്കാനിരിക്കുന്ന കേരള കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഭാരതപ്പുഴയിൽ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞ് സംസ്ഥാന സർക്കാർ. ദക്ഷിണേന്ത്യയുടെ കുംഭമേള എന്ന പേരിൽ ജുന അഖാഡ സംഘടിപ്പിക്കുന്ന തിരുനാവായ മഹാമാഘ മഹോത്സവത്തിനാണ് റവന്യൂ വകുപ്പ് അനുമതി നിഷേധിച്ചത്. ഫെബ്രുവരി 3 വരെ നടക്കുന്ന കുംഭമേളയിൽ 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. വിലക്കേർപ്പെടുത്തിയ സർക്കാർ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് സംഘാടകരുടെ തീരുമാനം. തമിഴ്നാടിനോട് ചേർന്നുള്ള പാലക്കാട് ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങൾ പൊങ്കൽ ഉത്സവത്തിന്റെ നിറവിൽ. ഇന്ന് തൈപ്പൊങ്കലും നാളെ മാട്ടുപൊങ്കലും ആഘോഷിക്കും. പൊങ്കൽ വിശേഷങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. മാർഗഴി മാസത്തിന്റെ അവസാന ദിവസമായ ഇന്നലെ വൈകുന്നേരത്തോടെ വീടുകളിൽ കാപ്പുകെട്ടിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പഴയതും ഉപയോഗം കഴിഞ്ഞതുമായ സാധനങ്ങൾ ഒഴിവാക്കി വീടും കാലിത്തൊഴുത്തും വൃത്തിയാക്കി പൂക്കളും ഇലകളും വള്ളികളും കൊണ്ട് തയ്യാറാക്കിയ കാപ്പുകളാണ് വീടിന്റെ 4 മൂലയിലും കെട്ടിയത്. രാവിലെ പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിൽ കോലം വരച്ച് അലങ്കരിച്ച പുതിയ മൺപാത്രങ്ങളിൽ പൊങ്കൽ വെച്ചു. പുന്നലുപയോഗിച്ച് വെച്ച പൊങ്കൽ നിവേദിച്ച് സൂര്യദേവനെ അനുസ്മരിച്ചാണ് ഇന്ന് ആഘോഷങ്ങൾ തുടങ്ങിയത്. തൈപ്പൊങ്കലും മാട്ടുപൊങ്കലും കഴിഞ്ഞ് ശനിയാഴ്ച നടക്കുന്ന പൂപ്പൊങ്കലോടെയാണ് ആഘോഷങ്ങൾ സമാപിക്കുക. പൊങ്കലിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് അടക്കം സംസ്ഥാനത്തെ 6 ജില്ലകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. 46ാമത് സംസ്ഥാന സഹകരണ നിക്ഷേപ സമാഹരണത്തിന് ഇന്ന് തുടക്കം. അടുത്ത മാസം 25 വരെ നടത്തുന്ന സമാഹരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയം പാമ്പാടിയിൽ മന്ത്രി VN വാസവൻ വൈകിട്ട് നിർവഹിക്കും. സംസ്ഥാനത്തിന്റെ വികസനം സഹകരണ മേഖലയിലൂടെ എന്നതാണ് പ്രമേയം. 9,000 കോടി രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ പുരോഗമിക്കുന്നു. ഈ മാസം 18 വരെ നീളുന്ന കൌമാര കലാമേളയിൽ 25 വേദികളിലായി 15,000-ലേറെ പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. കലോത്സവ നഗരിയിൽ നിന്ന് തൃശൂർ ആകാശവാണി അനൌൺസർ YS പൌർണമി തയ്യാറാക്കിയ റിപ്പോർട്ട്. 5 രാപ്പകലുകൾ നീളുന്ന കലയുടെ കൌമാരോത്സവം 2ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ലഭ്യമായ ഫലങ്ങളനുസരിച്ച് കണ്ണൂർ ജില്ല 255 പോയിന്റോടെ മുന്നിലാണ്. കോഴിക്കോട് ജില്ല 253 പോയിന്റോടെ രണ്ടാമതും തൃശൂർ ജില്ല 251 പോയിന്റോടെ മൂന്നാമതുമാണ്. സ്കൂളുകളിൽ ആലത്തൂർ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് 58 പോയിന്റോടെ മുന്നിലുള്ളത്. സപ്ലൈകോയുടെ 50ാമത് വാർഷികത്തിന്റെ ഭാഗമായി പുതിയ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാനും നിലവിലുള്ള മാവേലി സ്റ്റോറുകൾ സൂപ്പർ സ്റ്റോറുകളാക്കി ഉയർത്താനും നടപടികൾ ആരംഭിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി GR അനിൽ. ഒരു മാസം 300 കോടിയിലധികം രൂപയുടെ വിൽപ്പനയും ഓണക്കാലത്ത് 384 കോടി രൂപയുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിൽപ്പനയും സപ്ലൈകോയിലൂടെ സാധ്യമായതായും പ്രതിമാസം 50 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് സാധനങ്ങൾ ലഭ്യമാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 12 കളഭ മഹോത്സവവും ശങ്കരനാരായണ കലോത്സവവും ആരംഭിച്ചു. മകരം 1 മുതൽ 12 വരെയാണ് 12 കളഭ മഹോത്സവം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. കളഭം തൊഴാൻ വലിയ തിരക്കാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. പകൽ 11:30ക്കുള്ള കളഭാഭിഷേകവും രാത്രിയിലെ വിളക്കെഴുന്നള്ളിപ്പുമാണ് പ്രധാന ചടങ്ങുകൾ. ശങ്കരനാരായണ കലോത്സവ വേദിയിൽ രാവിലെ മുതൽ രാത്രി വരെ വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് അരങ്ങേറുന്നത്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പള്ളിപ്പാനയ്ക്ക് മുമ്പായുള്ള 12 കളഭ മഹോത്സവം എന്നതാണ് ഇക്കൊല്ലത്തെ പ്രത്യേകത. 26-ന് വൈകിട്ട് 5-ന് സംഗീതോത്സവത്തിന്റെ സമാപന സഭ നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ ഉദ്ഘാടനം ചെയ്യും. മകരവിളക്ക് കാലത്തിന് സമാപനം കുറിച്ച് ശബരിമല ക്ഷേത്രനട ഈ മാസം 20-ന് അടയ്ക്കും. ഇത്തവണത്തെ ശബരിമല സീസൺ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചതായി ദേവസ്വം മന്ത്രി VN വാസവൻ കോട്ടയത്ത് വാർത്താ ലേഖകരോട് പറഞ്ഞു. SIT അന്വേഷണം നല്ല നിലയിലാണ് നടക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ SIT അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ ആശുപത്രിയിലെത്തിയാണ് ഇന്നലെ വൈകുന്നേരം SIT ശങ്കരദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസിൽ 11ാം പ്രതിയാണ് ഇദ്ദേഹം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് UP വാരിയേഴ്സിനെ നേരിടും. നവി മുംബൈയിൽ രാത്രി 7:30-നാണ് മത്സരം. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഉച്ചയ്ക്ക് 2 മണിയോടെ പത്തനംതിട്ട 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കുമെന്നാണ് സൂചന. SIT തുടർ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കും. നാളെ തിരുവല്ല 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചേക്കും. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിൽ വായന സംസ്കാരം വളർത്തുന്നതിനായി ആരംഭിച്ച അക്ഷരോന്നതി പദ്ധതിയുടെ ആദ്യഘട്ട ജില്ലാതല പൂർത്തീകരണ പ്രഖ്യാപനം ഈ മാസം 19-ന് കോഴിക്കോട് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിക്കും. ജില്ലയിൽ പട്ടികവർഗ ഉന്നതികളിലായി സ്ഥിതി ചെയ്യുന്ന 11 സാമൂഹിക പഠന മുറികളിലും 5 പ്രീ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിലുമുള്ള 16 ലൈബ്രറികളിലേക്കായി ശേഖരിച്ച 16,000-ലധികം പുസ്തകങ്ങൾ ചടങ്ങിൽ മന്ത്രി കൈമാറും. സ്വർണ്ണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,05,000 രൂപയും ഗ്രാമിന് 13,125 രൂപയുമാണ് ഇന്നത്തെ വില. കാസർഗോഡ് കുമ്പള ആരിക്കാടി ടോൾ ബൂത്തിൽ നടന്ന പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറി. പ്രതിഷേധക്കാർ ക്യാമറകളും ഗേറ്റും ചില്ലുകളും തകർക്കുകയും 6 CCTV ക്യാമറകൾ പരിപൂർണമായി നശിപ്പിക്കുകയും ചെയ്തു. AKM അഷ്റഫ് MLAയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യവുമായി വിവിധ സംഘടനകൾ എത്തിയതോടെയാണ് സംഘർഷം രൂക്ഷമായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വൈവിധ്യത്തെ ജനാധിപത്യത്തിന്റെ ശക്തിയാക്കി പരിവർത്തനം ചെയ്ത രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രം ഇന്ന് 78ാം കരസേനാ ദിനം ആചരിക്കുന്നു. സൈനികർക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ പുരോഗമിക്കുന്നു. 25 വേദികളിലായി മാറ്റുരയ്ക്കുന്നത് 15,000-ലേറെ പ്രതിഭകൾ. 46ാം സംസ്ഥാന സഹകരണ നിക്ഷേപ സമാഹരണത്തിന് മന്ത്രി VN വാസവൻ ഇന്ന് തുടക്കം കുറിക്കും. ലക്ഷ്യം 9,000 കോടി രൂപയുടെ നിക്ഷേപം. പൊങ്കൽ ആഘോഷ നിറവിൽ കേരളത്തിന്റെ അതിർത്തി ഗ്രാമങ്ങൾ. നാളെ മാട്ടുപൊങ്കൽ. വനിതാ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് UP വാരിയേഴ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.